നമസ്കാരം. ഒരു വിദേശ കമ്പനിയായ കോറോ ഹെൽത്ത് കേരളത്തിലെ അതിൻ്റെ പ്രവർത്തനം പെട്ടെന്നൊരു ദിവസം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ നിർത്തുകയും അവസാനിപ്പിക്കുകയും അതിനകത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരു മൈക്ക് അനൗൺസ്മെൻറ്റിലൂടെ അറിയിപ്പ് കൊടുത്തുകൊണ്ട് അടച്ചുപൂട്ടുകയും ചെയ്തിരിക്കുകയാണ്. ഈ സംഭവം യഥാർത്ഥത്തിൽ തൊഴിൽ മേഖലയെ സൂക്ഷിച്ച് നിരീക്ഷിക്കുന്ന മുഴുവൻ ആളുകളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിന് കാരണമായിട്ട് ഇവരിങ്ങനെ അടച്ചുപൂട്ടാൻ അവർക്ക് ബലം കൊടുത്തത് ഇന്ത്യയിലെ പുതിയ ലേബർ കോഡാണ് എന്ന രീതിയിൽ ഒരു വിവക്ഷ നടക്കുന്നുണ്ട്, ഒരു ചർച്ച നടക്കുകയാണ്. പക്ഷെ അതൊന്നുമല്ല. ലേബർ കോഡ് അതിലെ വ്യവസ്ഥകൾ അവർ പാലിച്ചു. കാരണം അതിനകത്ത് ലേബർ കോഡിൽ നോട്ടീസ് അല്ലെങ്കിൽ നോട്ടീസിന് ബദലായിട്ട് അതിൻ്റെ നോട്ടീസ് പേ കൊടുക്കണം എന്ന വ്യവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിലവിലുള്ള പഴയ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്റ്റിലും ഇത് തന്നെയാണ് വ്യവസ്ഥ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. കണ്ടൻ്റെല്ലാം ഒന്ന് തന്നെയാണ്. അതിനകത്ത് 100 തൊഴിലാളികളിൽ കൂടുതലുള്ള സ്ഥാപനമാണ് എങ്കിൽ 3 മാസത്തെ നോട്ടീസ് കൊടുക്കണം. അത് താഴെയാണെങ്കിൽ 1 മാസത്തെ നോട്ടീസ് കൊടുക്കണം. അങ്ങനെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇപ്പം 300 ആണത്. 300 തൊഴിലാളികൾ കൂടുതലാണെങ്കിൽ 3 മാസത്തെ നോട്ടീസ് കൊടുക്കണം, അല്ലെങ്കിൽ 1 മാസത്തെ നോട്ടീസ് കൊടുത്താൽ മതി. ആ അംഗസംഖ്യയിലുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സംഗതിയെല്ലാം ഒന്ന് തന്നെയാണ്. നോട്ടീസ് കൊടുത്തുകൊണ്ട് പൂട്ടുക. കാരണം നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും നിരവധി സ്ഥാപനങ്ങൾ ഇതിനു മുമ്പും ഇതേപോലെ അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ട്. അതിനകത്തെല്ലാം ഇതേ നടപടിക്രമങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പാലിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് അതിനൊരു മൈക്ക് അനൗൺസ്മെൻറ്റിലൂടെയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് പ്രത്യേകിച്ചിട്ട് പുതിയ ലേബർ കോഡ് വന്നിട്ടുള്ള സാഹചര്യത്തിൽ അതിൻ്റെ കൂടി ഒരു പരിഭ്രാന്തിയിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. അത് സംസ്ഥാന തൊഴിൽ വകുപ്പ് ഇതുവരെ സൂക്ഷിച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. കാരണം ഈ തൊഴിൽ നിയമം പുതുതായിട്ട് വന്നിട്ട് നാളുകളേറെയായി. കേരളം അതിനനുസരിച്ചുള്ള റൂൾസ് ഫ്രെയിം ചെയ്യണമായിരുന്നു. അതിനകത്ത് നാം ഒന്നും ചെയ്തിട്ടില്ല. നാം ഒരു വല്ലാത്ത ഒരു മരവിപ്പോടു കൂടി നോക്കി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടത്, കാരണം തൊഴിൽ നിയമങ്ങൾ ഭരണഘടനയുടെ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാന വ്യവസ്ഥകൾക്ക് വിപരീതമല്ലാത്ത രീതിയിൽ തൊഴിലാളികൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ ചില ഭേദഗതികൾ വരുത്താൻ സർക്കാരിന് അധികാരമുണ്ട്. കേരളത്തിൽ സർക്കാരിന് അധികാരമുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. മറ്റ് പല നിയമങ്ങളിലും അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് ഭേദഗതികൾ വരുത്താം, ചെറിയ രീതിയിലുള്ള ഭേദഗതികൾ. തൊഴിലാളി ക്ഷേമപരമായിട്ട് അതേ അവസരം കേരളത്തിലെ വ്യവസായത്തിന് ഹാനികരമാകാത്ത രീതിയിൽ നമുക്ക് നല്ല ഭേദഗതികളൊക്കെ വരുത്താൻ ഒരുപാട് നിർദ്ദേശങ്ങൾ എല്ലാവരും ആളുകളുടെ കയ്യിലുണ്ട്. പക്ഷേ അത്തരം നിർദ്ദേശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇതുവരെ സർക്കാരുകൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തൊഴിൽ നിയമം ഉണ്ടാകുമ്പോൾ അതിന് അനുകൂലമായാലും പ്രതികൂലമായാലും ബാധിക്കുന്നത് 2 വിഭാഗത്തെയാണ് പ്രധാനമായിട്ട്. ഒന്ന്, തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്നു. 2, തൊഴിലുടമകളെ ബാധിക്കുന്നു. 3, നമ്മുടെ പൊതുജനത്തെ ബാധിക്കുന്നുണ്ട്. കാരണം ഒരു സ്ഥാപനം അടച്ചുപൂട്ടപ്പെടുമ്പോൾ നമ്മുടെ സൊസൈറ്റി അതിനകത്ത് എഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട്. അപ്പോൾ ഈ സൊസൈറ്റിയെ കൂടി ചേർത്തുകൊണ്ട് ഒരു ത്രിമാന തലത്തിലുള്ള ചർച്ച യഥാർത്ഥത്തിൽ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നാം ചെയ്യേണ്ടത്, അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ടത് ഒരു ത്രികക്ഷി സമ്മേളനമാണ്. ഈ ത്രികക്ഷി സമ്മേളനം എന്ന് പറഞ്ഞ ചർച്ച ത്രികക്ഷി ചർച്ചയാണ്. അതിൽ തൊഴിലാളി സംഘടനകൾ ഉണ്ടാകണം, തൊഴിലുടമ സംഘടനകൾ ഉണ്ടാകണം, തൊഴിൽ നിയമത്തെക്കുറിച്ച് അവഗാഹമായ പാണ്ഡിത്യമുള്ള ആളുകളും ഉണ്ടാകണം. ഇവർ 3 പേരും ഒരുമിച്ചിരുന്ന് ഇതിൻ്റെ ഓരോ വ്യവസ്ഥകളെക്കുറിച്ച് ചർച്ച ചെയ്ത് കേരളത്തിനകത്ത് ഇവിടുത്തെ തൊഴിൽ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനും തൊഴിലാളികളുടെ നിലനിൽപ്പിനും ഗുണപ്രദമാകുന്ന വ്യവസ്ഥകളോടുകൂടി
ഈ തൊഴിൽ നിയമത്തിൽ അതിൻ്റെ റൂൾസ് ഫ്രെയിം ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ആക്റ്റിൽ ഇതുവരെ ഭേദഗതികൾ എന്തെങ്കിലും വരുത്താൻ പറ്റുമോ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് നമ്മൾ കേവലമായിട്ട് ലേബർ കോഡിനെതിരെയുള്ള ചില പ്രക്ഷോഭങ്ങളും പരിപാടികളും ആയിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ യഥാർത്ഥത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നാം ഒറ്റപ്പെടുത്തുന്നത്, കഷ്ടപ്പെടുത്തുന്നത് ഈ രാജ്യത്തെ നമ്മുടെ വ്യവസായങ്ങളെയും തൊഴിലാളികളെയും അതോടൊപ്പം നമ്മുടെ നാട്ടിനെയുമാണ്. അപ്പോൾ ഇതിൻ്റെ ചർച്ചകൾ നടത്തേണ്ട കാരണം ഈ കോറോ ഹെൽത്ത് എന്ന സ്ഥാപനത്തിൻ്റെ അടച്ചുപൂട്ടലും അതുകൊണ്ടുണ്ടായ പ്രതിസന്ധിയും പെട്ടെന്ന് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. ഈ ഒരു മിനിറ്റ് വൈകാതെ, കാരണം അവിടെ ഇപ്പോൾ ഒരു സ്ഥാപനത്തെ, അടച്ചുപൂട്ടിയ സ്ഥാപനത്തെ നിയമപ്രകാരം സർക്കാരിന് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. കാരണം അത് വ്യവസ്ഥകൾക്കനുസരിച്ചാണ് അവർ പൂട്ടി കാണുന്നത്. അതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല, തുറന്ന് പറയേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്കിനി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമ്മൾ ഈ ഒരു ത്രികക്ഷി ചർച്ചകൾ ഒരു ടൈം ബൗണ്ടായിട്ട് വളരെ കൃത്യമായ സമയബന്ധിതമായിട്ട് നമ്മൾ ചർച്ചകൾ നടത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്താൽ നമുക്ക് സ്ഥാപനങ്ങളെയും തൊഴിലാളികളെയും അതുപോലെ സർക്കാരിനെയും ഒരു രീതിയിൽ നമുക്ക് മുഖം രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് വിദഗ്ധമായ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്.